ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ച സർക്കാർ നടപടിയിൽ സമ്മിശ്ര പ്രതികരണവുമായി ക്രൈസ്തവ സഭകൾ. തീരുമാനത്തെ പൊതുവിൽ സ്വാഗതം ചെയ്യുമ്പോഴും വൈകിയെന്ന അഭിപ്രായവും സഭാ നേതൃത്വം മറച്ചുവെക്കുന്നില്ല. സഭയിൽ ഒരു വിഭാഗം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള തീരുമാനത്തിൽ രാഷ്ട്രീയം കാണുന്നുണ്ട്. KCBC തീരുമാനത്തെ തുറന്ന സ്വാഗതം ചെയ്യുമ്പോഴും സർക്കാരിന്റെ ആത്മാർത്ഥതയെ സംശയിക്കുകയാണ് സിറോ മലബാർ സഭ. റിപ്പോർട്ട് ലഭ്യമാകുന്നതിനനുസരിച്ച് തുടർ നിലപാടുകൾ വ്യക്തമാക്കുമെന്നാണ് കത്തോലിക്ക സഭാ നേതൃത്വത്തിന്റെ നിലപാട്. ആദിൽ പാലോടുണ്ട് വിവരങ്ങൾ നൽകാൻ. ഇതിൽ പൊതുവായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എന്നുള്ള രീതിയിൽ അത് നടത്തി, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു നീക്കം എന്ന രീതിയിലൊക്കെ പ്രതികരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അത് അങ്ങനെ പറയുമ്പോഴും ഈ നടപടി, സർക്കാരിന്റെ നീക്കം, അതൊരു സമ്മിശ്ര പ്രതികരണവും കൂടി വരുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെയാണ് പൊതുവായിട്ട് ഇതിൽ ഒരു പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2023 മെയ് മാസമാണ്. ഇപ്പോൾ ആ 3 വർഷം കഴിഞ്ഞതിനു ശേഷമാണ് റിപ്പോർട്ട് നടപ്പാക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ ഒരു സംശയം സഭകൾക്കുണ്ട്, പ്രത്യേകിച്ച് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഇത്രയും കാലം വൈകിച്ച് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന രൂപത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര പ്രതികരിച്ചിരുന്നു. സീറോ മലബാർ സഭയും സംശയാസ്പദമാണ് എന്ന പ്രതികരണം നടത്തിയിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണവും സമാനമായിരുന്നു. പക്ഷേ മറ്റു ചില സഭാ നേതൃത്വവും സഭാ നേതാക്കളും ഈ അനുകൂലിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു കണ്ടത്. ഏതായാലും സമ്മിശ്ര പ്രതികരണമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് അടിയന്തരമായി കുറേ കാലമായി ആവശ്യപ്പെടുന്ന ഈ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന തീരുമാനം അത് നടപ്പിലാക്കിയതിൽ സംശയം സഭകൾക്കുണ്ട്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്ന വിമർശനമാണ് പ്രധാനമായും ചില ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത്. ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.